ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് വ്ലോഗിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ചില്ലി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം അടുപ്പത്തൊരു പാൻ വെച്ചെടുത്ത് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 4 മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ ചെറുതായി അരിഞ്ഞെടുത്ത ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് ഇതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ്. അതിനായി മിഡിൽ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടേബിൾ സ്പൂൺ ചിക്കൻ കബാബ് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിനെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ടേസ്റ്റിനനുസരിച്ച് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ ഉള്ളി വഴറ്റി കൊടുക്കുമ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് കുറച്ച് നാരങ്ങാനീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ ചിക്കൻ ചില്ലി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രയ്ക്കും ടേസ്റ്റാണ്. എൻ്റെ ഇത്താൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കിടിലൻ റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ബൈ.